ഹായ് എല്ലാവർക്കും ജിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അമൈൻസ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് അമൈൻസ് ആണ് കാണാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അസൈലേഷൻ. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അമൈൻ്റെ NH2യുടെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ അസൈൽ ഗ്രൂപ്പ് വരുന്നതിനാണ് നമ്മൾ അസൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസൈൽ ഗ്രൂപ്പ് ആദ്യം എന്താണെന്ന് നോക്കാം. C++O(R) ഇതിനാണ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു അമീനിൻ്റെ അതായത് NH2യുടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പകരം ഈ ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറയും. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസൈൽ ഗ്രൂപ്പ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ അസൈൽ ഗ്രൂപ്പ് നമുക്ക് ഒന്നെങ്കിൽ ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ലഭിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ അസറ്റിക് അൻഹൈഡ്രൈഡിൽ നിന്നും നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അസൈൽ ഗ്രൂപ്പ് കിട്ടി. ഈ അസൈൽ ഗ്രൂപ്പ് RNH2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അതിൻ്റെ സ്ഥലത്ത് എന്ത് വരും? CO(O)R വരും. ആ റിയാക്ഷൻ നമ്മൾ അസൈലേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് റിയാക്ഷൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ RNH2 എടുക്കുന്നത് നമ്മുടെ റിയേജൻറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിയാക്റ്റൻ്റ് ആഡ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ റിയാക്റ്റൻ്റ്? ഒന്നെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ആകാം, അതല്ലെങ്കിൽ അസറ്റിക് അൻഹൈഡ്രൈഡ് ആകാം. ഫസ്റ്റ് നമുക്ക് ആസിഡ് ക്ലോറൈഡ് നോക്കാം. ആസിഡ് ക്ലോറൈഡിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ് ഒരു ആസിഡ് ക്ലോറൈഡ്. അതായത് ഇതൊരു അസറ്റിക് ഗ്രൂപ്പാണ്, ഇത് ക്ലോറിൻ ആണ്. അതുകൊണ്ട് നമ്മൾ ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ഗ്രൂപ്പ് ഇതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ്, അതായത് ഇതാണ് നമ്മുടെ അസൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇത് NH2യുടെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അസൈൽ ഗ്രൂപ്പ് വരും. അതായത് RNH C++O(R) ഇങ്ങനെ വരും. അപ്പോൾ ഈ റിയാക്ഷൻ എന്താണ് നമ്മൾ പറയുന്നത്? അസൈലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. അതായത് അസറ്റിക് അൻഹൈഡ്രൈഡ് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. RNH2 പ്ലസ് അസറ്റിക് അൻഹൈഡ്രൈഡ് ഇതുപോലെ ഇരിക്കും കാണാൻ. പിന്നെ ഇങ്ങനെയാണ് അസറ്റിക് അൻഹൈഡ്രൈഡ് കാണാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഇത് കണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അസൈൽ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സെയിം പ്രൊഡക്റ്റ് തന്നെ കിട്ടും. എന്ത് കിട്ടും? നമുക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെ കിട്ടും. നമുക്ക് നോക്കാം. ഇങ്ങോട്ട് ഞാൻ എഴുതുന്നു RNH. ഒരു H ഇവിടെ തന്നെ ഇരിക്കും, ഒരു Hനെ മാത്രമേ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ സ്ഥലത്ത് എന്ത് വരും? C++R. അതായത് ഈ ഒരു ഗ്രൂപ്പ് വരും, അസൈൽ ഗ്രൂപ്പ് വരും. അപ്പം ഇത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? അസൈലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് അമീൻസ്. അമീൻസ് ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് അൻഹൈഡ്രൈഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹൈഡ്രജൻ അസൈൽ ഗ്രൂപ്പുമായിട്ട് റീപ്ലേസ് ആകാൻ വന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് കാർബൈൻ അമൈൻ റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ അമീൻസ് ചാപ്റ്റർ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് ഒരു അമീൻ വെച്ച് തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ റിയേജൻ എന്ന് പറയുമ്പം CHCl3 ആൻഡ് KOH ഇതാണ് ഇവിടുത്തെ റിയേജൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്റ്റൻ്റ് എടുക്കുന്നു, അമീൻ എടുക്കുന്നു, അതിൻ്റെ കൂടെ ഈ റിയേജൻറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇതിന് നമ്മൾ ഐസോസൈനൈഡ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ RCN എന്ന് എഴുതുവാണെങ്കിൽ ഇത് നമ്മൾ സൈനൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞേനെ. അതിൻ്റെ പകരം നമ്മൾ തിരിച്ചിടുവാണെങ്കിൽ NC ഇടുവാണെങ്കിൽ അതെന്താണ്? ഐസോസൈനൈഡ് ആകും. അപ്പോൾ ഇത് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ ഒരു ഐസോസൈനൈഡ് പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. ഈ N-ൻ്റെയും C-ൻ്റെയും ബിറ്റ്വീൻ ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, അപ്പം ഐസോസൈനൈഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഈ CHCl3 ഉണ്ടല്ലോ, CH ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. Cയിൽ ഒരു ലീവിങ് ഗ്രൂപ്പാണ് അല്ലേ, ലീവ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു Cയിൽ ലീവ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഇലക്ട്രോൺ എടുത്തുകൊണ്ടാണ് ക്ലോറിൻ പോകുന്നത്. അപ്പോൾ ക്ലോറിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, ഹൈഡ്രജനും കാർബണിൻ്റെ ബിറ്റിന് ബോണ്ട് ഉണ്ട്, ആ ബോണ്ടിൽ ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഇവിടെ ഉള്ള ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് കിട്ടിയിട്ട് H+ അയൺസ് ആയിട്ട് റിലീസ് ചെയ്യും. ഹൈഡ്രജൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ടെൻഡൻസി കാണും H+ അയണായിട്ട് പോകാൻ. പക്ഷെ അത് പോകണമെങ്കിൽ ആദ്യം ഓൾറെഡി ഈ CL അങ്ങനെ വേറെ ആരെങ്കിലും ലീവിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ബ്രോമിനോ അയഡിനോ ഉണ്ടെങ്കിൽ അത് ആദ്യം ലീവ് ചെയ്യണം. ഇവിടെ പോസിറ്റീവ് ചാർജ് വേണം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ H+ ആയിട്ട് റിലീസാകും. അപ്പം ഹൈഡ്രജൻ ഒന്ന് റിലീസാകുന്നു. അപ്പോൾ നമുക്ക് ഓവറോൾ ഇവിടെ എന്ത് കിട്ടും? ഈ ക്ലോറിൻ പോയി, ഈ ഹൈഡ്രജനും പോയി. അപ്പോൾ C ഉണ്ട്, Cl2 ഉണ്ട്, ഇവിടെ ലോൺ പെയറും ഉണ്ട്. ഓക്കെ,
കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് സിയിൽ പോയപ്പോൾ നെഗറ്റീവ് ചാർജായിട്ട് പോയി, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ഇവിടെ വരത്തില്ലേ, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും അല്ലേ, ഈ ഹൈഡ്രജന് പോസിറ്റീവും കിട്ടും. പോസിറ്റീവ് നെഗറ്റീവ് ഒരു കാർബണിൽ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ ലോൺ പെയർ ഉണ്ട്, അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് ആരുമായിട്ടും ബോണ്ട് ചെയ്യുന്നില്ല, അത് നമ്മളിങ്ങനെ കാണിക്കും. അപ്പം നമുക്ക് ഇത്രയും റിയാക്ഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഇത്ര റിയാക്ഷൻ മനസ്സിലാക്കാം. നമുക്ക് Cl2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നു. ഇവിടെ നമുക്ക് Cl2 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിന് നമ്മൾ കാർബീൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കാർബീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർബീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഇലക്ട്രോഫൈലാണ്. എന്താണിത്? ഇലക്ട്രോഫൈൽ, അതായത് ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇത് എവിടെയെങ്കിലും ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, അമീനിൻ്റെ എന്നിൻ്റെ ഇടയ്ക്ക് 2 ഇലക്ട്രോൺ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്. അപ്പം ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് റിയാക്ട് ചെയ്യും. കാരണം എന്താണ്? ഇതൊരു ഇലക്ട്രോഫൈലാണ്, ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്നു, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ, ഇവിടെ H ഉണ്ട്, ഇവിടെ Cl ഉണ്ട്, H ഉണ്ട്, Cl ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നു. ബേസിക്കലി ഹൈഡ്രജൻ റിലീസ് ആവും, കാർബൺ റിലീസ് ആവും, ഇവിടുന്ന് ഹൈഡ്രജൻ ഇങ്ങോട്ട് റിലീസ് ആവും, ഇവിടുന്ന് ഇങ്ങനെ റിലീസ് ആവും. ഓവറോൾ ഈ Hഉം Clഉം കൂടെ HCl ആയിട്ട് പോകും. എന്നിട്ട് നമുക്ക് ബാക്കി എന്ത് വരും എന്നറിയാമോ? നമുക്ക് RN ട്രിപ്പിൾ ബോണ്ട് C എന്ന് പറഞ്ഞ ഐസോസൈനൈഡ് വരും. ഓക്കെ, കാരണം ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ക്ലോറിനും ലീവിങ് ഗ്രൂപ്പ്, ഹൈഡ്രജനും അവസരം കിട്ടുവാണെങ്കിൽ H+ ആയിട്ട് ലീവ് ആകും. അപ്പോൾ ഇവിടെ ഹൈഡ്രജനും പോകുന്നു, ക്ലോറിനും പോകുന്നു, റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? RNC, അതായത് ആൽക്കൈൽ ഐസോസൈനൈഡ് ഫോം ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൈൽ അമൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അമീൻ വെച്ച് റിയാക്ട് ചെയ്യുന്നു, CH3യും KOH റിയാക്ട് ചെയ്യുന്നു, അവസാനം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് അമീൻസ്. തേർഡ് പ്രോപ്പർട്ടിയിലോട്ട് പോകാം. അടുത്താണ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. ഇവിടെയും അമീൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? നൈട്രസ് ആസിഡ്, അതായത് HNO2നെയാണ് നമ്മൾ നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അമീൻ നൈട്രസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഈ NH2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പോകും. NH2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പോയിട്ട് R പോസിറ്റീവ്, അതായത് കാർബോകാറ്റയൺ ഫോം ആവും. ഈ കാർബോകാറ്റയൺ ഫോം ആകുന്നത് എല്ലാം സ്റ്റേബിൾ ആണെങ്കിൽ അത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് സ്റ്റേബിൾ ആവും. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ എന്താണ് പറയേണ്ടത്? സപ്പോസ് ഇങ്ങനൊരു കോമ്പൗണ്ട് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനൊരു കോമ്പൗണ്ട് ഓർക്കുവാണ്. ഇതൊരു എക്സാമ്പിൾ എടുക്കാം. ഈ NH2 പോവും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും അല്ലേ. അപ്പോൾ ഇതെന്ത് ടൈപ്പ് ഓഫ് കാർബോകാറ്റയൺ ആണ്? ഇത് ഒരു പ്രൈമറി കാർബോകാറ്റയൺ അല്ലേ. അതായത് പോസിറ്റീവ് ചാർജുള്ള കാർബൺ വേറെ ഒറ്റൊരു കാർബണുമായിട്ട് മാത്രമേ ജോയിൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വരുമായിരുന്നെങ്കിൽ, ഇത് ടെർഷറി കാർബോകാറ്റയൺ ആകത്തില്ലായിരുന്നോ? അതായത് ആ പോസിറ്റീവ് ചാർജ് വേറെ 3 കാർബൺ ആറ്റുമായിട്ട് ജോയിൻ്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ടെർഷറി കാർബോകാറ്റയൻ്റെ സ്റ്റെബിലിറ്റി പ്രൈമറിയെക്കാട്ടും കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരുന്നല്ലോ, ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടുത്തെ ഹൈഡ്രജന് ഇവിടുന്ന് മാറി ഇവിടെ വരും, ഇവിടെ CH3 ആകും. ഇവിടെ പോസിറ്റീവ് ചാർജ് പോകും, ആ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. ഇനിയിപ്പം ടെർഷറി ആയല്ലോ, ഇതിനല്ല സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പം പ്രൈമറി ആയിരുന്നു ആദ്യം, അത് റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് ടെർഷറി ആയി. അപ്പോൾ കാർബോകാറ്റയൺ എവിടെയെങ്കിലും ഫോം ചെയ്യുവാണെങ്കിൽ, സ്റ്റെബിലിറ്റി കൂടിയൊരു കാർബോകാറ്റയൺ ആകാനുള്ള ഒരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് അത് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള കാർബോകാറ്റയനായിട്ട് മാറും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം ഇവിടെ കാർബോകാറ്റയൺ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. റീഅറേഞ്ച് നടക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതവിടെ നടന്നിരിക്കും. എന്നിട്ട് അത് കുറച്ചുകൂടി സ്റ്റേബിൾ ഒരു കാർബോകാറ്റയനായിട്ട് ഫോം ആകും. ഈ കാർബോകാറ്റയൺ OH- അയൺ റിയാക്ഷനിലുണ്ട്. ആ OH- അയണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആയിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സിമ്പിളായിട്ട് ഗസ് ചെയ്യാം, ROH ഫോം ചെയ്യുന്നു. ROH എന്താണ്? ആൽക്കഹോളാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ROH ഫോം ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം, ഈ സെയിം റിയാക്ഷൻ അനലീൻ്റെ കൂടെ നടക്കാം. അതായത് അരോമാറ്റിക് അമീൻ. ഇവിടെ അമീൻ NH2 ഗ്രൂപ്പ് ഉണ്ട്, ഇത് അമീനാണ്. ബട്ട് അരോമാറ്റിക് അമീനാണ്. കാരണം എന്താണ്? ഇത് ബെൻസീനിലാണ് കണക്റ്റഡ്. ഇവിടെ 6ലാണ്. വേറെ 6 എന്ന് വെച്ചാൽ റിംഗ് അല്ല, എന്തെങ്കിലും ഒരു ചെയിൻ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇവിടെ അരോമാറ്റിക് അമീനാണ്, ഇവിടെ സെയിം റിയാക്ഷൻ നടക്കുവാണ്. സെയിം റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഇവിടെ എഴുതിയ ഇവിടെ HNO2 എന്ന് എഴുതിയ, ഇവിടെ NaNO2 + HCl എന്ന് എഴുതിയ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇത് രണ്ടും ആക്ച്വലി സെയിം ആണ്. കാരണം ഇവിടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്ത് ഫോം ചെയ്യുന്ന അറിയാമോ? HNO2 + NaCl ഇത് ഫോം ചെയ്യും. ഇതാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? HNO2 ഉണ്ട്. ആ HNO2 ആണ് ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ HNO2 എഴുതുന്നതിൻ്റെ പകരം NaNO2 + HCl എന്ന് വേണേൽ എഴുതാം. ഓക്കെ, അപ്പോൾ അത് കണ്ട് കൺഫ്യൂസ് ആകല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന നൈട്രസ് ആസിഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് റബ്ബ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടാൽ അപ്പോൾ നമുക്ക് കാർബോക്കറ്റൈൻ ഒന്നും ഫോം ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ ഇനി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ NH2 പോയെന്ന് വിചാരിക്കുക. NH2 പോയി കഴിയുമ്പോൾ എവിടെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്? ഇതുപോലെ പോസിറ്റീവ് ചാർജ് വരും അല്ലേ. ഇതൊരു സ്റ്റേബിൾ സ്ട്രക്ചർ അല്ല. ഓക്കെ, ഇതിനെ ഫിനൈൽ കാറ്റയോൺ എന്നാണ് പറയുന്നത്. ഇത് സ്റ്റേബിൾ അല്ല. അപ്പോൾ ഇത് ഫോം ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലല്ല റിയാക്ഷൻ ഫോം പോകുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇതിനെ ഡയസോണിയം ക്ലോറൈഡ് ആണെന്ന് പറയുന്നത്. ബെൻസീൻ ഉണ്ട്, അതിൻ്റെ പുറത്ത് N2Cl, ഡയസോണിയം ക്ലോറൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. എവിടെ? അരോമാറ്റിക് അമീൻ ആണെങ്കിൽ, അരോമാറ്റിക് അല്ല അലിഫാറ്റിക് അമീൻ ആണെങ്കിൽ കാർബോക്കറ്റൈൻ ഫോം ചെയ്യുന്നു, റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു, എന്നിട്ട് പിന്നെ ആൽക്കഹോൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി ഓഫ് അമീൻ, അതായത് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. അടുത്ത റിയാക്ഷനോട്ട് പോകാം. റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ്. അപ്പോൾ ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ആദ്യം വരയ്ക്കുന്നു. ബെൻസീൻ സൾഫോണിൽ ക്ലോറൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അമീനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ RNH2 എഴുതുന്നു. ഒന്നുമില്ല, ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെ റിയാക്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും രണ്ട് റിയാക്ടൻറ്റ് കണ്ടു, ഒരിടത്ത് ക്ലോറിൻ ഉണ്ട്, ഒരിടത്ത് ഹൈഡ്രജനും ഉണ്ട്. ക്ലോറിൻ ഒരു ലീവിങ് ഗ്രൂപ്പാണ്, ഹൈഡ്രജൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലോറിൻ ഒന്ന് ലീവ് ചെയ്യുന്നു, ഇവിടുന്ന് ഹൈഡ്രജനെ എടുക്കുന്നു, എന്നിട്ട് എന്താകും? HCl ആകും. ഇവിടെ HCl ഫോം ചെയ്യുന്നു. അതിൻ്റെ കൂടെ ബാക്കി എന്തുണ്ട് അതങ്ങോട്ട് എഴുതി വെക്കുക. ബെൻസീൻ റിംഗ് ഉണ്ട്, ഇവിടെ സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ക്ലോറിൻ പോയി, ഹൈഡ്രജൻ പോയി, ഇതിൻ്റെ സ്ഥലത്ത് എന്ത് വരും? ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഈ പർട്ടിക്കുലർ സാധനം ആൽക്കലി സൊല്യൂഷനിൽ സൊല്യൂബിൾ ആയിരിക്കും. ബോണ്ട് ഫോം ചെയ്യും ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ആൽക്കലി സൊല്യൂഷനിൽ. എന്നിട്ട് ആൽക്കലി സൊല്യൂഷനിൽ ഇത് സൊല്യൂബിൾ ആയിരിക്കും. എന്നിട്ട് അതേസമയം ഈ സെയിം റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുവാണ്, സെയിം റിയാക്ഷൻ നടക്കുവാണ്. ബട്ട് RNH2ൻ്റെ സ്ഥലത്ത് ഞാൻ എഴുതുന്നത് RNHR, അതായത് സെക്കൻഡറി അമീൻ. ഇവിടെ പ്രൈമറി അമീൻ ആയിരുന്നു, ഇവിടെ സെക്കൻഡറി അമീൻ. അപ്പോൾ എന്ത് നടക്കും നോക്കാം. പ്രൊഡക്റ്റ് ഏകദേശം നമുക്കൊരു സെയിം പ്രൊഡക്റ്റ് കിട്ടും. അല്ലേ, ഏകദേശം സെയിം പ്രൊഡക്റ്റ് കിട്ടും. ഡിഫറൻസ് എന്താണ്? ഇവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ആറാണുള്ളത്, ആൽക്കൈൽ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഇത് ആൽക്കലി സൊല്യൂബിൾ ആയിരിക്കുമോ? അല്ലായിരിക്കും. കാരണം എന്താ ഞാൻ പറഞ്ഞു, ഇവിടെ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ് ആൽക്കലി സൊല്യൂബിൾ. ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ആൽക്കലി സൊല്യൂബിൾ അല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ വെച്ച് നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? റിയാക്ഷൻ നടത്തുക, കിട്ടുന്ന പ്രൊഡക്റ്റ് ആൽക്കലി സൊല്യൂബിൾ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ എന്താണ്? പ്രൈമറി അമീൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ്? സെക്കൻഡറി അമീൻ ആയിരുന്നു. അപ്പോൾ ഇത് വെച്ച് ടെർഷ്യറി അമീൻ ആണോ എന്നും അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. ടെർഷ്യറി അമീൻ ആണോ എന്നും ഓക്കെ, കുഴപ്പമില്ല. ടെർഷ്യറി അമീൻ ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെർഷ്യറി അമീൻ ആണെന്ന് നോക്കാം. R ബെൻസീൻ റിംഗ് എടുക്കുന്നു, അതായത് നമ്മുടെ സൾഫോണിൽ ക്ലോറൈഡ് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സൾഫോണിൽ ക്ലോറൈഡ്. ടെർഷ്യറി അമീനെ എടുക്കുന്നു, RNR. റിയാക്ഷൻ നടക്കുമോ? ഈ റിയാക്ഷൻ നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. കാരണം എന്താണ്? ഇവിടെ ഹൈഡ്രജൻ ഇല്ല. നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്തിട്ട് HCl ആകും. ഇവിടെ ബാക്കി എന്തുണ്ട് അതുകൊണ്ട് ജോയിൻ ചെയ്തിട്ട് കോമ്പൗണ്ട് ആവും. ഇവിടെ അങ്ങനെ ആകാൻ വേണ്ടി HCl ആകാൻ വേണ്ടി ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പം ടെർഷ്യറി അമീൻ ആണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കത്തില്ല.
സെക്കൻഡറി ആണെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും, അത് ആൽക്കലിയിൽ സൊല്യൂബിൾ അല്ല. പ്രൈമറി ആണെങ്കിൽ കോമ്പൗണ്ട് ഫോം ചെയ്യും, അത് ആൽക്കലിയിൽ സൊല്യൂബിൾ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് ഫോം ചെയ്യാം, എന്തറിയാം, നമുക്ക് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ അമീൻ ആണോ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. ഓക്കെ, അപ്പം ലാസ്റ്റാണ് ബേസിക് പ്രോപ്പർട്ടി. ഓക്കെ, ബേസിക് പ്രോപ്പർട്ടി, അതായത് NRNH2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ബേസിക് ആണ്. ഓക്കെ, ബേസിക് ആണ്. കാരണം എന്താണ്? കാരണം ഈ നൈട്രജന് ലോൺ പെയർ ഉണ്ട്. നൈട്രജന് അതല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ടിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ അത് ബേസിക് ആയിരിക്കും. ഇവിടെ NH2ന് ലോൺ പെയർ ഉള്ളതുകൊണ്ട് ബേസിക് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, NH3 ആണോ കൂടുതൽ ബേസിക് അതോ RNH2 ആണോ കൂടുതൽ ബേസിക്? അപ്പോൾ അതിൻ്റെ ആൻസർ RNH2 ആണ് കൂടുതൽ ബേസിക്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ R ഒരു +I ഗ്രൂപ്പാണ്, അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഈ R എന്ത് ചെയ്യുന്നറിയാമോ? R ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺ, അതായത് ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണമല്ലോ, ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺ ഈ നൈട്രജൻ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പോൾ നൈട്രജൻ്റെ അവിടെയുള്ള ഓവറോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇവിടെ എങ്ങനെ പുഷ് ചെയ്യാൻ ഡയറക്റ്റിലുണ്ടോ? ഇല്ല, R ഒന്നും ഇല്ല, വെറും ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജന് വലിയ +I എഫക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ +I എഫക്റ്റ് ഇല്ല, അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ലോൺ പെയറിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതുകൊണ്ട് എന്താണ് ബേസിസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു എവിടെയെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ആൻസർ RNH2 കൂടുതൽ ബേസിസിറ്റി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, RNH2 ആണോ അതോ R2NH ആണോ അതോ R3N ആണോ? അതായത് പ്രൈമറിക്കാണോ സെക്കൻഡറിക്കാണോ ടെർഷ്യറിക്കാണോ കൂടുതൽ ബേസിസിറ്റി? അപ്പോൾ ഇതിൻ്റെ ആൻസർ സിമ്പിളാണ്. ഇവിടെ ഒറ്റ ഒരു R ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് +I നടക്കുന്നത് കൊണ്ട് ഇൻറ്റൻസിറ്റി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നു, ബേസിസിറ്റി കൂടുന്നു. ഇവിടെ 3 R ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ +I എഫക്റ്റ്. അതിൽ നിന്ന് കുറച്ച് ഇവിടെ ആയിരിക്കും, കാരണം ഇവിടെ 2 R ഉള്ളൂ, ഇവിടെ ഒറ്റ ഒരു R ഉള്ളൂ, അതുകൊണ്ട് +I ഏറ്റവും കുറവ് ഇവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി ബേസിസിറ്റി എന്തായിരിക്കും? ഈ ഓർഡർ ആയിരിക്കും. 3 ഹയസ്റ്റ്, പിന്നെ സെക്കൻഡ്, പിന്നെ ഫസ്റ്റ്, ഇതായിരിക്കും. ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേപ്പർ സ്റ്റേറ്റിലുള്ളതാണ്. ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എന്ന് പറയാം. ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഓർഡറാണിത് പറഞ്ഞത്, അതായത് ഈ 3 ഗ്യാസ് ആയിരിക്കും. ഇപ്പം ബട്ട് ഈ സെയിം സാധനം അക്യൂസ് സ്റ്റേറ്റിലാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അത് ഞാൻ നോക്കാം. സെയിം അക്യൂസ് സൊല്യൂഷനിൽ, അതായത് RNH2, R2NH, R3N, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അക്യൂസ് സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ വാട്ടർ ഉണ്ട്. എന്തുണ്ട്? വാട്ടർ ഉണ്ട്. വാട്ടർ കാരണം ഹൈഡ്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വരും. ഈ എഫക്റ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ്. അതെന്തുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു? ഈ ഒരു ഹൈഡ്രജൻ നൈട്രജനുമായിട്ടല്ലേ കണക്റ്റഡ്. വാട്ടർ എങ്ങനെയാണ് ഇരിക്കുന്നത്? H2O. വാട്ടറിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അത് എന്തുമായിട്ടാണ് കണക്റ്റഡ്? ഓക്സിജനുമായിട്ടാണ് കണക്റ്റഡ്. N ഒരു ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പാണ്, ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ ഹൈഡ്രജനും ഈ ഓക്സിജൻ്റെ ബിറ്റ്വീന് ഒരു ബോണ്ട് ഉണ്ടാവും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ബോണ്ടിങ് കാണുമ്പോൾ ഹൈഡ്രജൻ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഈ എഫക്റ്റ് ഈ ഓർഡറിനെ ബാധിക്കും. ഏത് ഓർഡറിനെ? ഈ 3-2-1 എന്ന് പറഞ്ഞ ഓർഡറിനെ ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ ഉണ്ട്, നമ്മൾ ജസ്റ്റ് കാണപ്പെടാൻ അറിഞ്ഞിരുന്നാൽ മതി. അത് ഹൈഡ്രജൻ എഫക്റ്റ് മനസ്സിലായല്ലോ, ഹൈഡ്രജൻ ബോണ്ടിങ് ഞാൻ കാണാൻ മനസ്സിലായല്ലോ. ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. CH3 ആണെങ്കിൽ ഇതിൻ്റെ ഓർഡർ 2 ഹയസ്റ്റ്, പിന്നെ 1, പിന്നെ 3 ആയിരിക്കും. ഓക്കെ, എപ്പോൾ CH3, അതായത് ഈ CH3 ആണെങ്കിൽ മാത്രം. C2H5 ആണെങ്കിൽ ഓർഡർ 2, 3, 1 എന്നായിരിക്കും. ഓക്കെ, അതായത് സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി. C2H5 അല്ല, C3H7 ഓർ ഗ്രേറ്റർ, അതായത് ഇത് രണ്ടും അല്ലാതെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഓർഡർ 3, 2, 1 തന്നെ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഓർഡർ തന്നെ ആയിരിക്കും.
മനസ്സിലായല്ലോ. അപ്പോൾ ആർ ഏതാണെന്ന് നോക്കുക, അതനുസരിച്ച് ഓർഡർ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ RCH3 ആണെങ്കിൽ 213 ആണ്, RC2H5 ആണെങ്കിൽ 231 ആണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ 321 തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം എന്താണ്, വെറും NH3യെക്കാട്ടും കൂടുതൽ ബേസിസിറ്റി ഉള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ അമീൻസിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ റിയാക്ഷൻസ് കണ്ടു, ബേസിക് പ്രോപ്പർട്ടി എന്താണെന്ന് കണ്ടു. സോ പ്രോപ്പർട്ടീസിൻ്റെ പാർട്ട് ഇത്രയേ ഉള്ളൂ. പ്രിപ്പറേഷൻ നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടാണ്. ഇതല്ലാതെ ബാക്കി എന്തൊക്കെ ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോ കവർ ചെയ്യുന്നത്.